കൊച്ചി നഗരത്തിൽ വീണ്ടും ഒരു ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം കൂടി യാഥാർത്ഥ്യമാവുകയാണ്. കലൂർ മണപ്പാട്ടിപ്പറമ്പിൽ സ്ഥാപിച്ച അത്യാധുനിക പ്ലാന്റ് ഉദ്ഘാടനത്തിന് സജ്ജമായി. പ്രതിദിനം 1 ടൺ ഭക്ഷ്യമാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചു വരികയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന് ശേഷം നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായാണ് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കാൻ കൊച്ചി കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി കോർപ്പറേഷനിലെ 10 ഡിവിഷനുകളിൽ പ്രത്യേകം ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. അത്തരത്തിൽ സ്ഥാപിച്ച 5ാമത്തെ പ്ലാന്റാണ് മണപ്പാട്ടിപ്പറമ്പിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ദിവസേന 1000-ഓളം വീടുകളിൽ നിന്ന് ഭക്ഷ്യമാലിന്യം ശേഖരിച്ച് ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ സംസ്കരിച്ച് 12 ദിവസത്തിനുള്ളിൽ ജൈവവളമാക്കി മാറ്റുകയാണിവിടെ. ICLEIയുടെ സഹകരണത്തോടെ കോർപ്പറേഷനിലെ സി-ഹെഡിൻ്റെ നേതൃത്വത്തിലാണ് പ്ലാന്റ് സ്ഥാപിച്ചത്. പ്ലാന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സി-ഹെഡിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയർ ചിന്നു മേരി. ഈ ക്യൂറിംഗ് റാക്സിലാണ് നമ്മൾ കമ്പോസ്റ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഒരു ഓൺ ആൻ ആവറേജ് 10 days ആണ് ഈ കമ്പോസ്റ്റായി മാറാനുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ്സിനോടൊപ്പം തന്നെ ഈ എല്ലാ റാക്സിലും നമുക്കൊരു ഫോഗിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഡിസംബർ 1-ന് പ്രവർത്തനം ആരംഭിച്ച ശേഷം ഇതിനകം 10 ടണ്ണിലധികം മാലിന്യം ഇവിടെ സംസ്കരിച്ചു കഴിഞ്ഞു. പ്ലാന്റിൽ നിന്നുള്ള ജൈവവളത്തിൻ്റെ ഗുണമേന്മ പരിശോധന കേരള വനഗവേഷണ കേന്ദ്രത്തിൽ നടക്കും. ഇടപ്പള്ളി, കുന്നുംപുറം, പൊന്നുരുന്നി, പാടിവട്ടം, എറണാകുളം സൗത്ത് ഡിവിഷനുകളിൽ വികേന്ദ്രീകൃത മാലിന്യ പ്ലാന്റുകൾ നേരത്തെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം പൂർത്തിയാകുന്ന മുറയ്ക്ക് മണപ്പാട്ടിപ്പറമ്പിലെ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം നടത്താനാണ് കോർപ്പറേഷൻ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.